ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പണയാണ്. 1882 ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിലാണ് ദ റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ പാസ്സാക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളെ പ്രാദേശിക ബോർഡുകൾ അഥവാ പ്രാദേശിക ഭരണസമിതികൾ എന്നാണ് അക്കാലത്ത് വിളിച്ചിരുന്നത്. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുവാൻ കാരണമായ നിയമം ഏതാണ്? ഉത്തരം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നും വിളിക്കാറുണ്ട്. ഇതനുസരിച്ച് ഏതാനും പ്രവിശ്യകളിൽ വില്ലേജ് പഞ്ചായത്തുകൾ അക്കാലത്ത് നിലവിൽ വന്നു. സ്വാതന്ത്ര്യം അർത്ഥവത്താകണമെങ്കിൽ ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമാകണം എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നുവെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ ഭരണഘടനയിൽ ഉടനെ തന്നെ ഗ്രാമശാക്തീകരണം എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമൊന്നും ലഭിച്ചില്ല. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വിഭജനം സൃഷ്ടിച്ച പ്രശ്നങ്ങൾക്ക് പുറമെ മറ്റനേകം സങ്കീർണതകളും അക്കാലത്ത് നമ്മുടെ രാജ്യത്തിന് പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ശാക്തീകരണം എന്ന ആശയത്തിന് വലിയ പ്രാമുഖ്യമൊന്നും നൽകാതെ ശക്തമായ ഒരു കേന്ദ്ര ഭരണം സൃഷ്ടിച്ചെടുക്കുവാൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ശ്രമിച്ചത്. തീവ്രമായ തദ്ദേശീയവാദം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഘാതമാണെന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടു. വിഭാഗീയതയിലും ജാതീയതയിലും അടിസ്ഥാനമായ ഗ്രാമീണ സമൂഹം തദ്ദേശ ഗവൺമെന്റുകളുടെ മഹത്തായ ലക്ഷ്യങ്ങളെ നിർജീവമാക്കുമെന്ന് ഡോക്ടർ BR അംബേദ്കറും വാദിച്ചു. ജനാധിപത്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രാവീണ്യം നൽകണമെന്ന്, പരിശീലനം നൽകണമെന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായ ശ്രീ അനന്തശയനം അയ്യങ്കാർ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ ശക്തമായി വാദിച്ചിരുന്നു.